സുഹൃത്തുക്കളെ, രാഷ്ട്രീയ കേരളം ശ്രദ്ധിച്ചേക്കാവുന്ന പൊതുവിൽ തെരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങളിൽ സർവേകൾ മുമ്പ് നടത്തിയ ഘട്ടങ്ങളിൽ 2021-ലും 2016-ലും അതിനു മുമ്പുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇതിന് ഒരു മാസം മുമ്പ് മാർച്ചിൽ നടത്തിയ സർവേകൾ പോലും പിഴച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത് 2-3 വിഷയങ്ങളാണ്. ഒന്ന്, BJPക്ക് മുൻതൂക്കമുള്ള തിരുവനന്തപുരം ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ SIRൻ്റെ ഏറ്റവും അവസാനത്തെ അന്തിമ ലിസ്റ്റ് വരുമ്പോൾ 1.5 ലക്ഷത്തോളം ആളുകൾ പുറത്തു പോയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. നേമം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മൊത്തം വോട്ടർമാർ 1,46,354 പേരായിരുന്നു. 71.4% പോളിംഗ് പെർസെൻറ്റേജ്. കഴിഞ്ഞ തവണ അവിടെ 51,888 വോട്ടുകളാണ് BJP സ്ഥാനാർത്ഥി നേടിയത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ 30,000 വോട്ടുകളെങ്കിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് നേമം മണ്ഡലത്തിൽ നിന്ന്. ഇതെല്ലാം ഇനി സൃഷ്ടിച്ചേക്കാവുന്ന സാഹചര്യങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. പ്രധാനമായി ഇപ്പോൾ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന 2-3 കാര്യങ്ങൾ. കഴിഞ്ഞ വർഷം സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു കെട്ടിടം പൊളിഞ്ഞതിനെ തുടർന്ന്, അതായത് ആ കെട്ടിടം പുതുക്കി പണിയേണ്ടതാണ്, ആ കെട്ടിടം അപകടാവസ്ഥയിലാണ് എന്നുള്ള മുന്നറിയിപ്പ് പലതവണ നൽകിയിട്ടും നിലനിന്ന ഒരു കെട്ടിടം തകർന്ന് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിച്ചിരുന്നു. ഇപ്പോൾ ഈ ആസ്പത്രിയിൽ വെച്ച് ഉഷ ജോസഫിൻ്റെ വയറ്റിൽ കത്തിക ചേർത്ത് തുന്നിച്ചേർത്തു എന്നുള്ള വിഷയം നിലനിൽക്കെ വീണ്ടും ഈ ബിന്ദു മരണപ്പെട്ടത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെടുന്നത് മലയാള മനോരമ നടത്തിയ ഇന്ന് പുറത്തുവിട്ട സർവേയിൽ തന്നെ അവർ പറയുന്നു, അവരുടെ കണ്ടെത്തലുകളനുസരിച്ച് ഈ ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നവർ കൂടുതലാണ്. അതുപോലെ തന്നെ സർക്കാരിനെതിരായ ഒരു ഇൻഡിക്കേറ്റർ എനിക്ക് തോന്നുന്നത് അത് ഗൃഹസന്ദർശന പരിപാടി പാളിയോ എന്നുള്ള ചോദ്യമാണ്. അതിന് അല്ലെങ്കിൽ അതുപോലെ ഒരു ഗവൺമെൻറ്റിനെതിരായ വികാരം പ്രതിഫലിക്കുന്ന ഒരു ചോദ്യത്തിന് 66% ആളുകളും ഗവൺമെൻറ്റിനെതിരായിട്ടാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. അപ്പോഴും മലയാള മനോരമ പറയുകയാണ്, മുഖ്യമന്ത്രിയുടെ ജനപ്രീതി 2-ാമത്തെ ആഴ്ചയെ അപേക്ഷിച്ച് 3-ാമത്തെ ആഴ്ചയിൽ കൂടിയെന്ന്. അപ്പോൾ ഈ 2-ാമത്തെ ആഴ്ചയിൽ നിന്ന് 3-ാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ജനപ്രീതി കൂടാൻ ഇവിടെ എന്ത് കാര്യമാണ് ഉണ്ടായത്? നമ്മൾ കാണുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് LDFിലെ മന്ത്രിമാർ അവരുടെ ഇൻ്റർവ്യൂകൾ എടുപ്പിക്കുന്നു. എന്നിട്ട് അവർക്ക് വലിയ രീതിയിൽ ആ ഇൻ്റർവ്യൂവിലൂടെ ഈ നടത്തുന്ന പബ്ലിസിറ്റിക്ക് പണം നൽകുന്നു. ഇത്തരം വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് CPMനോ ഇടതുപക്ഷത്തിനോ പോലും കോൺഫിഡൻസ് ഇല്ല. അങ്ങനെ CPMനോ ഇടതുപക്ഷത്തിനോ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഈ ബാലുശ്ശേരിയിലോ മറ്റോ വെച്ച് MV ഗോവിന്ദൻ്റെ ജാഥയിൽ ഒരു വൃദ്ധനെ കൊണ്ട് ഒരു നാടകം കളിപ്പിച്ചല്ലോ. MV ഗോവിന്ദന് പണം നൽകുന്നു, പെൻഷൻ കിട്ടിയ പണമാണെന്ന് പറയുന്നു, തിരിച്ചു നൽകുന്നു. പിന്നീട് ആ വൃദ്ധൻ അങ്ങനെ നൽകാൻ വേണ്ടി ആ പണം എനിക്ക് നേരത്തെ നൽകിയതായിരുന്നു എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ കോടതി തന്നെ ഇടപെട്ട് അവരുടെ PR വർക്കിനെ കുറിച്ച് അഭിപ്രായം പറയുകയുണ്ടായി. അതായത് കോടതി തന്നെ ഇടപെട്ട് നവകേരള സദസ്സിനെതിരെ അഭിപ്രായം പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ സൂചനകളും അനുസരിച്ച് പ്രതികൂല സാഹചര്യം നിലനിൽക്കെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ജനപ്രീതി കൂടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ കരുതുന്നത് ബിഗ് TV എന്ന് പറയുന്ന ഒരു ചാനൽ വരുമ്പോൾ അതുണ്ടാക്കിയേക്കാവുന്ന ഒരു മത്സരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇടതുപക്ഷ അനുഭാവികളെ മലയാള മനോരമ ചാനൽ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് അവർ ചെയ്തത്. കാരണം കൈരളി TV ഇന്ന്
മലയാള മനോരമയുടെ ഈ സർവേക്ക് വലിയ കവറേജ് നൽകിക്കൊണ്ട് അത് പ്രക്ഷേപണം ചെയ്യുന്നത്. പുരുഷ മാധ്യമങ്ങൾ ഞങ്ങളെ പിന്തുണച്ചു എന്നുള്ള രീതി. ഓക്കെ, കൂടുതൽ കാര്യം നമുക്ക് പിന്നീട് പറയാം. നന്ദി, നമസ്കാരം.